ഡ്രൈവർ വിശ്വാസ്യ, കയറുന്നവൻ കൊണപ്പെട്ടവനല്ലെങ്കിൽ കാകളത്തിങ്കൽ ഡ്രൈവർ പോയാൽ നിന്റെ കാര്യം കട്ടപ്പോക. കുന്നപ്പുഴ ഭാഷ സന്തോഷമില്ലല്ലോ. 2 സ്വോത്രം. ഞാനൊരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുമ്പോൾ പ്ലസ് 2ലെയും 10ലെയും പിള്ളേരെ പഠിപ്പിക്കും. അതിലൊരു പയ്യനാ ജനശതാബ്ദി എക്സ്പ്രസ് ഓടിച്ചുകൊണ്ടിരുന്നത്. അവൻ പേട്ടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 5:30 രാവിലെ കാറുമായിട്ട് തിരുവനന്തപുരത്ത് ഒരു കാർ നേരെ റെയിൽവേ കോംപ്ലക്സിലിടും. 5:30 ചെല്ലുമ്പോൾ എഞ്ചിനീയർ വണ്ടിയെല്ലാം ശരിയാക്കി. 5:55 ജനശതാബ്ദി ഒറ്റ ഞെക്ക് കീക്കി ഒറ്റ പോക്ക. 12:55 കോഴിക്കോടത്ത് അവിടെ ചെന്നിട്ട് അവൻ ചപ്പാത്തിയും കഴിച്ച് 1:30 വണ്ടി എടുക്കും. എന്നിട്ട് രാത്രി 9:15 തിരുവനന്തപുരത്ത് വരും. ഒഴിച്ചിട്ടിട്ട് അവ ഒരു ഒപ്പിട്ടിട്ട് ഒറ്റ പോക്ക്. സ്വോത്രം. അത് കോവിഡിന് മുമ്പ്. കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ അവരോട് പറയും, നീ ഒറ്റയ്ക്ക് ജനശതാബ്ദി ഓടിക്കണ്ട, ഒരാളെയും കൂടെ ആ ലോക്കോയുടെ സീറ്റിനകത്ത് എഞ്ചിൻ റൂമിൽ കയറ്റിക്കോണം. മലയാളം. അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ കൊച്ചി കടലിൻ്റെ മേളിൽ കൂടെ ജനശതാബ്ദി പോകുമ്പോൾ 1600 പേരാ ഒരു രാവിലെ യാത്ര ചെയ്യുന്നത്. കാകളത്തിങ്കൽ ഒറ്റക്കാരൻ അവൻ പോയാൽ കമ്പാർട്ട്മെന്റ് കടലിൻ്റെ മേളിൽ തിരിക്കാൻ പറ്റത്തില്ല. 1600 എണ്ണം വെള്ളത്തേക്ക് വീഴുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തീർന്നില്ല. തിരുവനന്തപുരത്ത് പഴയ എയർപോർട്ടുണ്ട് ശംഖുമം. അവിടുന്ന് ഒരു പെങ്കൊച്ചായിരുന്നു രാവിലെ ഇൻഡിഗോ പറപ്പിച്ചുകൊണ്ടിരുന്നത്. ആ റൺവേയുടെ സൂപ്പർവൈസറെ കൃപയാൽ ഞാൻ പഠിപ്പിച്ച പയ്യനാ. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സാറ് ഈ പെങ്കൊച്ച് രാവിലെ വരും, 50 മിനിറ്റ് കൊണ്ട് ഈ വിമാനം മംഗലൂരിലെത്തും. മംഗലൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂരിൽ ഈ പെങ്കൊച്ച് തന്നെ പറപ്പിക്കും. 120 പേർ പോകുന്ന ചെറിയ വിമാനം. ബാംഗ്ലൂരിൽ ചെല്ലുമ്പോഴേ ഒരു ചെറുപ്പക്കാരനോട് കയറിയിട്ട് ഡയറക്റ്റ് ഡൽഹിക്ക് പോകുന്ന ഇൻഡിഗോയുടെ കണക്ഷൻ. എന്നാൽ 2021 ഇൻഡിഗോ പറഞ്ഞു, പെങ്കൊച്ചൊറ്റയ്ക്ക് ക്യാബിൻ റൂമിൽ ഇരിക്കേണ്ട, ഒരാളെയും കൂടെ അതിനകത്തിരുത്താം. മലയാളം. ഈ വിമാനം കോഴിക്കോട് കടപ്പുറത്തൂടെ പോകുമ്പോൾ കാകളം കേട്ടാൽ രക്ഷിക്കപ്പെട്ട പെങ്കൊച്ചാന്ന് ഏലിയാവ് പോലെ പോയാൽ വിമാനം കോഴിക്കോട് കടലിൽ വീഴും. യാത്രക്കാർ പറവോൻ ഉപ്പുവെള്ളം കുടിച്ചോലെ തീരുമെന്ന്. സ്വോത്രം. ഇന്ന് രാത്രി കാറിൻ്റെ പുറകെ സ്റ്റിക്കറായി, ട്രെയിനകത്ത് 2 ലോക്കോ പൈലറ്റായി, വിമാനത്തിൽ 2 കോക്പിറ്റിനകത്ത് 2 പൈലറ്റായി. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. കുന്നപ്പുഴ നാമോ രക്ഷിക്കപ്പെട്ടില്ല. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതാ അന്ത്യകാലം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. ലോകം ഒരു മൈക്രോ ചിപ്പിലേക്ക് പോകാൻ പോകുന്നു. പാസ്റ്റർ ഇവിടെ എഴുതി വെച്ചു, സാംക്രമിക രോഗങ്ങൾ അന്ത്യദിനത്തിൽ വരും. ഇത് ഒരേക ലോക ഭരണത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ പോകുന്നു. കോവിഡ് അനന്തര ലോകം കടക്കാം. കോവിഡിന് ശേഷം ഇവിടെ നടന്ന സംഭവം എന്ത്? ഒരു ചേട്ടൻ ഇറങ്ങി തൂത്തുപറക്കി എല്ലാവരെയും കൈകാര്യം ചെയ്തു. വായിക്കാം. മൈക്രോ ചിപ്പിലേക്ക് ലോകം പോവോ. ഇരമ്യ പ്രവചനം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. കോവിഡിന് ശേഷം ഒരാൾ ഇറങ്ങി ഇവിടെ. വായിച്ചാട്ട്. ഇരമ്യ പ്രവചനം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. വായിച്ചാട്ട് കുഞ്ഞെ. കൊന്നുകളവാൻ വാളും ആറ്റമായത്. അടുത്തത് പറിച്ചു കീറുവാൻ നായ്ക്കളും. അവിടം കൊണ്ട് നിർത്തിയാട്ട്. കടിച്ചു കീറുവാൻ അത് മിണ്ടുന്നില്ലല്ലോ. നായ്ക്കൾ. ഇടക്കാലത്ത് TV ചാനൽ കണ്ട് എത്ര പേരുണ്ട്? സന്തോഷമില്ലല്ലോ. പട്ടി ഓടിച്ചിട്ടല്ലയോ കടിക്കുന്നത്. നെടുമങ്ങാട്ട് ബ്രെഡ് കൊടുക്കാൻ പോയി ചിന്നച്ചമ്മ ചേച്ചിക്കും കൊടുത്ത് കടിയെന്ന്. സന്തോഷമില്ലല്ലോ. അന്ത്യകാലം ക്ലിയറായില്ലേ? എന്നെക്കാൾ പ്രായമുള്ള അച്ചായന്മാർ ഇവിടെ നിൽപ്പുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം പാലക്കാട് പട്ടികടി, തിരുവനന്തപുരത്ത് പട്ടികടി, ഓടിച്ചിട്ട് പോകുന്ന എല്ലാത്തിനെ തൂത്തുപറക്കി കടി വരുന്നു. ഒന്ന്, കോവിഡ് അനന്തര ലോകത്തിൽ ആറ്റമായുധങ്ങൾ പൊട്ടും. കൂടെ പറിച്ചു കീറാൻ നായ്ക്കളും, അഥവാ കടിച്ച് മനുഷ്യന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന നായ്ക്കൾ കൂട്ടക്കടി നടത്തുന്ന കാലം. ഇതൊരു സാമ്പിളാ. ഇപ്പം നായ്ക്കളൊന്ന് ശമിച്ചിരിക്കുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നായ്ക്കൾ മനുഷ്യനെ ഓടിച്ചിട്ട് കടിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ പിശാചിൻ്റെ വാഴ്ച ഉപദ്രവകാലം. ഇനി കോവിഡിന് ശേഷം വരാൻ പോകുന്നു 7 രോഗങ്ങൾ. പാസ്റ്റർ അതിന് നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് സാംക്രമിക രോഗങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു. കൊടിയ വ്യാധികൾ. അടുത്ത വാക്യവും കൂടെ. ഇരമ്യ പ്രവചനം 16:4. എല്ലാം പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. അന്ത്യകാലത്ത് ഇരമ്യ പ്രവചനം 16-ാം അധ്യായം 4 വായിച്ചാട്ട് കുഞ്ഞ്. അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. കൊടിയ വ്യാധികളാൽ മനുഷ്യൻ മരിക്കും. ഇനിയുള്ള രോഗങ്ങൾ കേട്ടോണേ. ഇതിനാര് വാക്സിൻ തരുമെന്ന് പറയണം. സഖാവ് പിണറായി തരുമോ? മോഡി സാറ് തരുമോ? ഇനി വരാൻ പോകുന്ന രോഗങ്ങൾ. മങ്കി പോക്സിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കേട്ടോണോ ഇതെല്ലാം. ഇത് ലൈവിൽ പോവാ. കുരങ്ങന്റെ വായിലെ സ്രവം മനുഷ്യന്റെ ശരീരത്ത് വന്നാൽ കുഞ്ഞുങ്ങൾക്കക ഒരു മൂക്കട പോലെ ഒരു പനി വരും. അതിൻ്റെ പേരാ മങ്കി പോക്സ്. ഏത് വാക്സിൻ തരും? 1 സാംക്രമിക രോഗം. 2 സ്കിൻ പോക്സ്. ശരീരത്തിനകത്ത് പൊള്ളലേറ്റ പാടുപോലെ ഇങ്ങനെ പൊക്കൽ വരും. തിരുവനന്തപുരം ഭാഷ. മനുഷ്യൻ വേദനയോടെ മരിക്കും. മങ്കി പോക്സ്, സ്കിൻ പോക്സ്. 3 മനുഷ്യരിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഒരു വൈറസ് ഇന്ന് ലോകത്തിൽ ശക്തം. അതിൻ്റെ പേരാ സോംബിയാൻ. അതിനാര് വാക്സിൻ തരും? 4
നമ്മുടെ ചർച്ചിനോട് ചേർന്ന് നല്ല വാഴ നിപ്പുണ്ട്. വാഴ, പച്ച വാഴയ്ക്ക് നല്ല ഇതാണ്. പക്ഷേ ഇപ്പം ചൂടടിച്ചപ്പോൾ ഉണങ്ങി ചുരുണ്ടു. അതുപോലെ മനുഷ്യൻ്റെ ശരീരം ഇനി സംഭവിക്കാൻ പോകുന്ന 72 കിലോ തൂക്കമുള്ള ഞാൻ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സാമ്പിൾ, എൻ്റെ ശരീരം ചുരുങ്ങും, അസ്ഥികൾ പൊടിയും. അങ്ങനെയെങ്കിൽ ആ രോഗത്തിൻ്റെ പേര് മോട്ടോ നെർവസ് സിൻഡ്രോം, 4ാമത്തെ രോഗം. 5, വെള്ളത്തിൽ കൂടെ ഒരു ബാക്ടീരിയ ഇന്ന് ലോകത്തിൽ ഇറങ്ങുന്നു, ഈക്കോള. ലാബ് ടെക്നീഷ്യനും BSc നേഴ്സുമാർക്കും അറിയാം, കറക്റ്റ് ഒരു മരുന്നുമില്ല. 5. 6, ഇടക്കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ പനി ബാധിച്ച് പലരും മരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? കോവിഡിന് മുമ്പിട്ട് ഇടസമയത്ത് തിരുവനന്തപുരം ജില്ല കാട്ടാക്കട വെള്ളറടയെല്ലാം ഒരു പ്രത്യേക പനി, കൗണ്ട് കുറയുന്ന പനി. എത്ര പേര് മരിച്ചു വീണു, കൊടുക്കാനൊരു മരുന്നില്ല. എന്താ കാര്യം? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര പറയണം, അവിടെ ചെന്ന് ചോദിക്കണം. പ്രസംഗിച്ച ഞാനാ, പറഞ്ഞു കൊടുത്താൽ മതി. ഇന്നവർ കണ്ടുപിടിച്ചു, ശവം വെയിലത്ത് കിടന്നാൽ അതിനകത്ത് ഒരു വൈറസ് കാണും, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ. അതൊരു ബാക്ടീരിയ. ആ ബാക്ടീരിയ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളത്തിലിറങ്ങി. അതിൻ്റെ പേര് ക്രോമിയം ബെർലിയം വൈറേഷ്യം. പൂജപ്പുര രാജീവ് ഗാന്ധി സെൻറ്റർ അതിൻ്റെ സൈറ്റ് എടുത്താൽ കിട്ടും. അത് തിരുവനന്തപുരം ജില്ല അനവധി പേരെ കൊന്നു. അതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം ചൂടാക്കി കുടിക്കണം, വെള്ളത്തിൽ കൂടെ ബാക്ടീരിയ വരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം ആരൊരു വാക്സിൻ തരും? സ്കിൻ ഫോക്സ്, മങ്കി ഫോക്സ്, അത് കഴിഞ്ഞിട്ട് ക്രോമിയം ബെർലിയം വൈറേഷ്യം, മോട്ടോ നെർവസ് സിൻഡ്രോം, സോംബിയാൻ. അതിനുശേഷം ചിക്കനകത്തുനിന്നൊരു അച്ചായം വരുന്നു, ഷിഗല്ല. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. നമ്മൾ പേയാട് ചിക്കൻ മേടിക്കാൻ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കോഴിവളയിൽ നിന്ന് കുത്തിയ ചിക്കന് 10 പിള്ളേർ കൂടി നിൽക്കുമ്പോൾ സ്വോത്രം, ചിക്കൻ വെന്ത് കാണിയാൽ അവന് ഷൊർമയാക്കണം, തീ പോലും കൂട്ടാതെ പച്ചക്കിട്ട് കൊടുക്കും. അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, ആ ബാക്ടീരിയ ഷിഗല്ല. അതുകൊണ്ട് ആ ഷവർമ കഴിച്ച കുഞ്ഞ് മരിച്ചതെന്ന് പറഞ്ഞ് അത് വെള്ളത്തിൽ ഇറങ്ങിയെന്ന് പറയുന്നു. അപ്പം ഇതിനെല്ലാം ആരൊരു വാക്സിൻ കൊടുക്കും? എന്നും വാക്സിൻ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ മോഡി സാറിൻ്റെ വാക്സിൻ ഉണ്ടോ? അതേലൊക്കെ പിണറായി വിജയൻ സാറിൻ്റെ ഉണ്ടോ? WHO തലവൻ്റെ വാക്സിൻ ഉണ്ടോ? അപ്പോൾ ഒരുവൻ പറയും, ഞങ്ങൾ ഒരു വാക്സിൻ തരാം, പക്ഷേ മോഡി സാറിൻ്റെ തല വേണ്ട, കൈമേലും നെറ്റിമേലും മുദ്ര വെക്കണം. 9 വാക്സിനാണ് ലോകത്തിലുള്ളത്. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇന്ത്യയുടെ കോവാക്സിൻ, കോവിഷീൽഡ്, ചൈനയുടെ സെനാബിയും, ഇസ്രായേലിൻ്റെ എക്സോസിഡി 24, അത് കഴിഞ്ഞിട്ട് റഷ്യയുടെ സ്പുട്നിക്, ബ്രിട്ടൻ്റെ ഓക്സ്ഫോർഡ്, അത് കഴിഞ്ഞിട്ട് 3 വാക്സിൻ അമേരിക്കയുടെ മെയിൻ. 1 ഫൈസർ, 2 മെഡോണ, 3ാമത്തെ വാക്സിൻ ജോൺസൺ ആൻഡ് ജോൺസൺ. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ പ്രസംഗിക്കുമ്പോൾ ജോൺസൺ എന്ന് പറയുന്ന വാക്സിനെ കാണാനേ ഇല്ല. ഇതാരുടെ കയ്യിലിരിക്കുന്നു? പറയാം. ഒരുവന്റെ കയ്യിൽ ലോകം പോകാൻ പോകുന്നു. ആ വാക്സിൻ ആരുടെ കയ്യിൽ? ഇന്ന് ഏറ്റവും നല്ല കമ്പ്യൂട്ടർ കമ്പനിയുടെ പേരാ മൈക്രോസോഫ്റ്റ്. അവൻ്റെ തലവനാ ബിൽഗേറ്റ്സിൻ്റെ ഭാര്യയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ്. ആ അമ്മാമ പറയുന്നു, ഞങ്ങളൊരു വാക്സിൻ തരാം, ജോൺസൺ ആൻഡ് ജോൺസൺ. പക്ഷേ മോഡി സാറിൻ്റെ തല വേണ്ട, മൈക്രോ ചിപ്പ് വെക്കണം. ആ അമ്മാമ കോവിഡ് വന്നപ്പോൾ സാത്താനെ ആരാധിക്കുക. അമ്മാമ ബ്രിട്ടനിൽ അനേകം പേർ മരിച്ചു വീണ പറഞ്ഞ് 60 വയസ്സുള്ള ചേട്ടന്മാർക്കൊന്നും വാക്സിൻ കൊടുക്കണ്ട, അവരെല്ലാം ചാവട്ടെന്ന് ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ അവരെ ആവശ്യമെന്ന്. ഡീപോപ്പുലേഷൻ അജണ്ടയെങ്കിൽ ഒരുവൻ ഭരിക്കാൻ പോകുന്നു. അതിനാസ്പദമായല്ലോ മനുഷ്യൻ്റെ ഡേറ്റയെല്ലാം ഒരുവന്റെ കയ്യിൽ പോയി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. മനുഷ്യൻ്റെ ഡേറ്റ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടുന്ന് തൊട്ടടുത്ത തിരുവനന്തപുരം RCC ചികിത്സ 30 ലക്ഷം. അവിടെ രോഗിയായിട്ട് ചെന്നാൽ അവർ റെഫറൻസ് ചോദിക്കും, റേഷൻ കാർഡ് ചോദിക്കും, വഴിയാധാരമായ ആധാർ ചോദിക്കുമോ? അവർക്ക് വേണ്ട. സ്വോത്രം. ഇന്ന് രാത്രി 1200 രൂപയുടെ വാക്സിൻ എടുക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ എവിടാ? പേയാട്, പിന്നെ അതുപോലെ തന്നെ ജനലാശുപത്രി ചെന്നപ്പം വാക്സിൻ കിട്ടിയോ? ഇല്ല. 1 ആധാർ, അല്ലേ അക്ഷയ, അല്ലേ CSC കോമൺ സർവീസ് സെൻ്ററിൽ ചെല്ലണം, ആധാർ കാണിക്കണം. അപ്പം എവിടെ നമ്പർ വരുന്നത്? മൊബൈലിനകത്ത് സ്പോട്ട് വരും. കരമുയരുന്നില്ലല്ലോ അമ്മമ്മേ. അല്ലാതെ ആർക്കെങ്കിലും വാക്സിൻ കിട്ടിയോ? ചെന്നാൽ ഉടനെ ജനലാശുപത്രി ചെന്ന് ചിന്നമ്മ സൂപ്രണ്ടിനോട് പറയും, അമ്മമ്മ ഒന്ന് കുത്തിയേക്കാൻ പറഞ്ഞ അമ്മമ്മ പറയും പുറത്ത് പോയിക്കോളാം. സ്വോത്രം. അവർ ചോദിക്കുക, ആധാർ കാർഡ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, മൊബൈലിനകത്ത് മെസ്സേജ് വന്ന് കൊണ്ടുപോവാ. അങ്ങനെയെങ്കിൽ എല്ലാ രാജ്യത്തും മനുഷ്യൻ്റെ ഡേറ്റ ഒരു കമ്പ്യൂട്ടറിനകത്ത് പോയി. ഇന്ത്യയിൽ ആധാർ തീർന്നില്ല. അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, ബ്രിട്ടനിൽ പോയ പിള്ളേരെ പാസ്പോർട്ട്, ഇസ്രായേലിൽ പാസ്പോർട്ട്. ഈ നമ്പർ വെച്ച വാക്സിൻ കൊടുത്ത് ഇന്ത്യയിലെ കാര്യം എവിടെ എത്തി? ഒരു കമ്പ്യൂട്ടറിലെത്തി. നിങ്ങൾ പേയാട് വാക്സിൻ എടുത്തപ്പോൾ 1 ജനറൽ ആശുപത്രി, 2 മുഖ്യമന്ത്രിയുടെ ഓഫീസ്, 3 പ്രധാനമന്ത്രിയുടെ ഓഫീസ്, 4 പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലെ എയിംസ്, 5 WHO തലവൻ്റെ, 6 യുണൈറ്റഡ് നേഷൻസിനകത്ത് രേഖ.
ഈ വാക്സിൻ എത്ര പേരെടുത്തെന്ന്. ഒരു ദിവസം നമ്മുടെ മോഡി സാറ് രാവിലെ പറഞ്ഞില്ലയോ, മേരാ ഭായിയോ ബഹനോ 100 കരോട് ആദ്മി വാക്സിൻ ലിയ. അങ്ങനെ കേട്ടൊരു വല്ലതും ഉണ്ടോ? സ്വത്രം ഭായിയോ ബഹനോ 100 കോടി പേര് വാക്സിൻ എടുത്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകാർ മെസ്സേജ് അയച്ചിട്ടാണോ? അല്ലമ്മ, ജനറൽ ആശുപത്രിയിലും പട്ടത്ത് നമ്മൾ കുത്തുമ്പോൾ കീക്കി അടിക്കുമ്പോൾ മോഡി സാറിൻ്റെ കമ്പ്യൂട്ടറിൽ പോയെന്ന് ദാ കിടക്കുന്നു. അതിനാ വഴിയാധാരമായ ആധാറും മൊബൈലുമായി ലിങ്ക് ചെയ്തെങ്കിൽ വരാൻ പോകുന്നു. ഇതിൻ്റെ മറവിൽ ഒരു വാക്സിൻ വരണം, ഒരു കാർഡ് വരണം. ഇനി ചിന്തിക്കാം. ക്ലിയറായിട്ട് ഇസ്രയേലിലോട്ട് പോവാ. ബാക്കി ഭാഗം ഇത് ചെക്ക് ചെയ്യുന്ന 5G നെറ്റ്വർക്ക് 9G നാളെ വായിക്കാൻ കുഞ്ഞ്. അങ്ങനെയെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിൽ പോകുമോ? അടുത്ത വാക്ക് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ നിർത്തി കുഞ്ഞു വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ വായിക്കണം. വായിക്കാം. അത് ചെറിയവരും വലിയവരും ദരിദ്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും. അവിടം വരെ നിൽക്കട്ടെ. സ്വോത്രം. ഇവരെല്ലാം കൂടെ ക്യൂ നിന്ന ദിവസം ഓർമ്മയുണ്ടോ? ഒന്ന്, പേയാട് നോട്ട് നിരോധനത്തിന് 2000 ഉലുവയ്ക്ക് വേണ്ടി എല്ലാവരും ക്യൂ നിന്നില്ലേ? കരമുയരുന്നില്ലല്ലോ. പേയാട് സ്കൂൾ നടത്തുന്ന സെന്റ് തോമസിന്റെ അച്ഛനിൽ നിന്ന്, പേയാട് ചന്ത തൂക്കുന്ന ചിന്നമ്മാമയിൽ നിന്ന് സന്തോഷമില്ലല്ലോ. സ്വോത്രം. എല്ലാവരും ഒരു ലൈനിൽ. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ കോവിഡ് വാക്സിൻ ഡ്രൈവ് അങ്ങനെ കേട്ടായിരുന്നു? നിങ്ങളെല്ലാം കാലത്തെ പോയി പോകുന്നില്ല. അപ്പോൾ ഉടനെ പറയാം ഞാൻ പട്ടണത്തിലെ പണക്കാരനാ. കാര്യമുണ്ടോ? ഇല്ല. എല്ലാവരും ഒരേ ക്യൂവിൽ കൊണ്ടുവരുമെന്ന്. കരം ഉയരുന്നില്ലല്ലോ. വാക്സിൻ എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ കരമനെ 4 വീടുള്ളതാ, പഞ്ചൂര് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത് അല്ലുവാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാവരെയും ക്യൂവിൽ നിർത്തും. സമ്പന്നൻ, ദരിദ്രൻ, ചെറിയവൻ, വലിയവൻ, ദാസൻ. അടുത്ത വായിച്ചാട്ടെ. ഏവർക്കും വായിച്ചാട്ടെ. എല്ലാവർക്കും വലങ്കൈ നെറ്റിമേലോ. ഇതിന്റെ തുടക്കമാ കോവിഡ് കാലം. നിങ്ങൾ ചർച്ചിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ചൂടടിച്ച എവിടെ അമ്മമ്മ? സ്വോത്ര. കുഞ്ഞുങ്ങൾ നെഞ്ചിലാന്ന് ചൂടടിച്ച. കീക്കി കൂക്കു കൈ ചൂടടിച്ച്. സന്തോഷം ഇല്ലല്ലോ. അപ്പം മനുഷ്യന്റെ ചൂട് രേഖപ്പെടുത്തുന്ന കയ്യിലാ. അങ്ങനെയില്ലേ ചിന്നമ്മ അവിടെ ചെന്നപ്പോൾ കൈ ചൂടെടുത്തപ്പോൾ 98.something. ഉടനെ കൊച്ചോൻ പറഞ്ഞു അമ്മമ്മ ആരാധനയ്ക്ക് കയറേണ്ട വീട്ടിൽ ചെന്ന് സൂമിലിരുന്ന് കൈ അടിച്ചോളാം. സന്തോഷമില്ലല്ലോ. ഡോക്ടറല്ല പറഞ്ഞ്, പയ്യൻ പറഞ്ഞു ക്വാറന്റൈൻ എന്ന്. സ്വോത്രം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവറാച്ചായം വന്നു നമ്മുടെ ചർച്ചിൽ മൗണ്ടല്. അവറാച്ചാൻ്റെ തലയിലടിച്ചപ്പോൾ 39. പാസ്റ്റ് പറഞ്ഞ് കർ വാപ്പസി, പള്ളി പ്രവേശനം ഇല്ലെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എല്ലാവരും ഡോക്ടറായില്ലേ? സ്വോത്രം. പിള്ളേരെല്ലാം പഠിച്ചില്ലേ? അന്ത്യകാലം. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ താപം രേഖപ്പെടുത്തുന്നത് കൈമേലും നെറ്റിമേലും. ഇപ്പോൾ ചൂടടിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതേ കൈമേലും നെറ്റിമേലും മുദ്ര. ഇന്ന് മോഡി സാറിന്റെ മാർക്ക് മതി പാസ്പോർട്ടുമായിട്ട് പച്ച അക്ഷരം. പക്ഷേ ഇത് കഴിഞ്ഞാൽ മുദ്ര വേണം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. കണ്ടോ? വാങ്ങുവാനും വിൽക്കുവാനും ഇത് വേണം. കണ്ടില്ലയോ? കേരളത്തിലെ കാര്യം പറഞ്ഞുതരാം. കോവിഡ് 36,000 കേസ് കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ധനമന്ത്രി, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പേര് സഹോദരി വീണ ജോർജ്. അറിയാമോ? ആ അമ്മാമ്മ ഒരു ദിവസം പറയാന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ കടയിൽ കയറാൻ പറ്റുമെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. പേയാട് ചില ബാങ്കിലെ ഉണ്ണാക്കന്മാരും മാനേജർമാരും ഒട്ടിച്ചു വെച്ചു 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് അകത്ത് കയറാൻ പറ്റുമെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. കടകംപള്ളി ആനാവൂർ ശിവൻകുട്ടിച്ചേട്ടനൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ കാര്യം നിയന്ത്രിക്കുന്ന ജോൺ ബ്രിട്ടാസ്. ആ വീണ ജോർജ് സാർ അത് പറഞ്ഞപ്പോൾ 2-ാം ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ അവർ പറഞ്ഞതല്ല, ചൂട് നോക്കി ആർക്ക് എവിടെയും കടക്കാം. കണ്ടില്ലയോ? വീണ ജോർജ് സാറ് പറഞ്ഞത് 2 ഡോസ് എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റിലും കടയിലും. അതൊരു നിയമമാ. ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഒരു നിയമമുണ്ട്. ആരെങ്കിലും കോടതിയിൽ പോയാൽ സഖാവിന് പണി കിട്ടും. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ വാക്സിൻ എടുക്കണയോ എടുക്കണ്ടയോ തീരുമാനിക്കുന്നത് അവൻ്റെ സ്വന്തം ഇഷ്ടമാ. സ്വോത്രം. അടിച്ചേൽപ്പിക്കാൻ നിയമമില്ല. മലയാളം. നമ്മുടെ ശരീരത്തിൽ ഒരു മരുന്ന് വെക്കണമെങ്കിൽ ചില മരുന്ന് പമ്പ് ചെയ്യുന്നതിന് പെട്ട് ഡോക്ടർമാർ പറയും ആരെങ്കിലും ഒപ്പിട്ട് തരണം. തീർന്നില്ല. നാടൻ ഭാഷ. നമ്മുടെ കുന്നപ്പുഴ എന്നൊരു സഹോദരിയെ പ്രഗ്നൻസി ആയിട്ട് നമ്മുടെ ശ്രീചിത്രയെ കൊണ്ടുപോകും. നമ്മുടെ SAT ഔട്ടം തിരുനാൾ. ചെറുപ്പക്കാരനോട് പറയും സ്വോത്രം മരത്തിൻ്റെ വീട്ടിൽ കാത്തിരുന്ന് മൊബൈലുമായിട്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവൻ അവിടെ ഇരിക്കുമ്പോൾ മൈക്ക് കൂടെ വിളി കേൾക്കും. ആരാ? ശോഭ ചേച്ചിയുടെ ഭർത്താവ് സുരേഷ് ചേട്ടൻ ഉണ്ടോയെന്ന് ചോദിക്കും. ഇവിടെ വരാൻ പറയും. ഉടനെ ഗൈനക്കോളജിസ്റ്റ് ഹേമ മാഡം പറയും ഇവർക്ക് ഓപ്പറേഷൻ വേണം.
ഉടനെ ചെറുപ്പക്കാരനോട് പറയും 3 ഒപ്പ് ഇവിടെ ഇട്ടേക്കാം. സന്തോഷമില്ലല്ലോ. അല്ലാതെ ഹേമാമാടം വന്ന് കത്തിയും കൊടലും എടുത്ത് നേരെ കൊച്ചിനെ കീറി എടുക്കും അമ്മമ്മ ഇല്ല. മനുഷ്യന്റെ ശരീരത്തിനകത്ത് കത്തി വെക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സൈൻ ചെയ്തെങ്കിൽ മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കത്തി വെക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് വീണ ജോർജിനെ പച്ചയ്ക്ക് വെട്ടിയിട്ട് സഖാവ് പിണറായി പറഞ്ഞു 2 ഡോസ് അല്ല, ചൂട് നോർക്കി ആർക്കും അകത്ത് കയറാം. ഇന്ന് രാത്രി ഇതെല്ലാം വിളിച്ചു പറയുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാൻ പോന്നോ? അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു കൈമേലും നെറ്റിമേലും മുദ്ര. ഒരു നമ്പർ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ, വായിക്കാം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ഒരു സംഖ്യ മാറ്റി ഒരുത്തൻ വരാൻ പോകുന്നു. ആ സംഖ്യ അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്ര? ആ സംഖ്യ അതിന്റെ സംഖ്യ 666. ദാ കിടക്കുന്ന 666. നാളെ ഇതിലേക്ക് കിടക്കും www. നിങ്ങളുടെ എല്ലാം മൊബൈലിനകത്ത് വേൾഡ് വൈഡ് വെബ്സൈറ്റ് എങ്കിൽ 6 മനുഷ്യന് വാങ്ങാനും വിൽക്കുവാനും ഒരു സംഖ്യ അടിക്കണം. 666. ഇത് 3 പേരുടെ സംഖ്യ. സ്വർഗത്തിന് 3 ഘടകം. 1 പിതാവായ ദൈവം, 2 പുത്രൻ, 3 കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താൻ 3. 1 പഴയ പാമ്പ്, 2 കള്ളപ്രവാചകൻ, 3 മൃഗം. ഇവരുടെ 3 പേരുടെ സംഖ്യ 666. മലയാളം കൂടെ പറഞ്ഞുതരാം. ഇത് സയൻസ് ആയതുകൊണ്ട് സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ സാംക്രമിക രോഗം. എൻ്റെ കയ്യിലിരിക്കുന്ന ATM കാർഡിൻ്റെ ബാക്കിൽ നമ്പറുണ്ട്. പക്ഷേ ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഇന്നത്തെ പേടിഎംകാർ എല്ലാവരും ചോദിക്കും അവസാനത്തെ 3 അക്കം ടൈപ്പ് ചെയ്യാൻ. കരമുയരുന്നില്ലല്ലോ. അത് ചെയ്തതിന് മാത്രമേ ഈ ട്രാൻസാക്ഷൻ റെഡിയാകുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പിശാചിൻ്റെ അക്കമോ മുദ്രയോ ഏൽക്കുവാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യരെ മുഴുവൻ ഒരക്കൗണ്ടിനകത്ത് കൊണ്ടുപോകണം. ഇനി മൈക്രോ ചിപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യരെ ഒരക്കൗണ്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു കാര്യം ഇവിടെ വരണം. അതിൻ്റെ പേര് 2009 ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, ബിറ്റ്കോയിൻ മതിത 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനങ്ങളിലേക്ക് വരുവാൻ ഇന്നൊരു സാധനം കൊണ്ടുവന്ന്. അതിന്റെ പേര് ആധാർ. സന്തോഷമില്ലല്ലോ. എന്തിനും ആധാർ. എന്താ ആധാർ? ജനിച്ചാൽ ആധാർ, റേഷൻ കാർഡ് ആധാർ, പാസ്പോർട്ട് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ, പാൻ കാർഡ് ആധാർ. അത് കഴിഞ്ഞിട്ട് പുരയിടത്തിന് കരമടയ്ക്കാൻ ആധാർ. തീർന്നില്ല. ശവമടക്കി മരണ സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിലും വഴിയാധാരമായ ആധാർ. കര ഉയരുന്നില്ലല്ലോ. അതാരെ ഉദ്ദേശിച്ച? മലയാളിയെ ഉദ്ദേശിച്ച. അപ്പച്ചൻ മരിച്ചാൽ നമ്മൾ 1 കൊല്ലം റേഷൻ മേടിക്കും. സന്തോഷമില്ലല്ലോ. അമ്മച്ചി മരിച്ചാൽ സഹകരണ ബാങ്കിൽ പെൻഷൻ മേടിക്കും. കൊണ്ടുവരുന്ന വാസുവിന് 50 രൂപ കൈക്കൂലി കൊടുക്കും. സ്വോത്രം. അതൊക്കെ പോയി. ഇന്ന് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലോ മലയങ്കീഴിലോ നിങ്ങൾ പോയാൽ വഴിയാധാരമായ ആധാർ എല്ലാം തീരാൻ പോവുക. 2009 ആധാർ. അത് കഴിഞ്ഞപ്പോൾ കള്ള നമ്പർ വരാൻ തുടങ്ങി. കള്ള ആധാർ വരാൻ തുടങ്ങിയപ്പോൾ 2015 സിസ്റ്റം മാറി. അതിൻ്റെ പേരാ കൈമുദ്രയിടാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ. എവിടെ കൈമുദ്രയിട്ടു? റേഷൻ കൈമുദ്ര. കരം ഉയരുന്നില്ലല്ലോ. പണ്ടത്തെ കാലത്ത് റേഷൻ കടയിൽ പോകും, ബുക്ക് തുറന്നു വെക്ക്. എവിടുത്തെ? കുന്നപ്പടിയല്ല, ചിന്നമ്മ 4 കിലോ 5 കിലോ 2 കിലോ നോക്കട്ടെ സ്റ്റോക്ക് നോക്കട്ടെ തരും. ഇങ്ങനെ ഇപ്പം അങ്ങനാന്നോ? കാത്തരക്കോ ദണ്ഡമാക്കൻ റേഷൻ ലീക്കേജ് ആവും. ചിന്നമ്മ 4 കിലോ പച്ച, 3 കിലോ വെള്ള, 2 കിലോ കൊത്ത്, 1/2 ലിറ്റർ മണ്ണെണ്ണ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം കൈമുദ്രയിട്ടില്ലേ? പണ്ടത്തെ കാലത്ത് സിം കാർഡ് എടുക്കാൻ നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. ഇന്ന് പേയാട് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നില്ലേ, ചേച്ചി ആ തിരക്കോ ദണ്ഡമാക്കൻ ജിയോ ലീക്കേജ് ആവും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പ ബൈബിളിനകത്തുണ്ടോ? സകല മനുഷ്യരുടെയും കൈമുദ്രയിടും. ബൈബിളിനകത്തുണ്ടോ? ഇന്ന് രാത്രി വായിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 37 വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 37. കുഞ്ഞു വായിച്ചാട്ടെ. സയൻസിലേക്ക് പോവാ. വായിക്കാം. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കരമുയരുന്നില്ലല്ലോ. സകല മനുഷ്യരുടെയും കൈ മുദ്രയിട്ടില്ലേ? നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ വീട്ടിൽ പെൻഷൻ മേടിക്കുന്ന അച്ചായന്റെ വരെ കൈ മുദ്രയിട്ടില്ലേ? ഇത് അന്ത്യകാലം. ഇനി എന്നുമെന്നും RTPC എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് എന്നും ആന്റിജൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ലോകം പറയുന്നു എല്ലാം ഒരു മൈക്രോ ചിപ്പിൽ കൊണ്ടുവരാം. അന്ത്യദിനങ്ങൾ
ഇന്ന് രാത്രി ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോവുക. നിങ്ങൾ ഈ സയൻസ് മനസ്സിലാക്കണം. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. പറയാം. അപ്പൊ ഈ കൈക്കകത്ത് രേഖയുണ്ടോ? സ്തോത്രം. കൈക്കകത്ത് രേഖയുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചു. സ്തോത്രം. സന്തോഷമില്ലല്ലോ? ഇന്ന് രാത്രി ഒരു മലയാളം പറയാം, കേൾക്കണം. ഞാന് ബിബിൻ പാസ്റ്റർ, ചർച്ചക്കോടിലെ ബിനു പാസ്റ്റർ, കീബോർഡ് വായിക്കുന്ന മോൻ, ഞങ്ങൾ 4 പേരുടെ റേഷൻ കടയിൽ പോയി. റേഷൻ കടയിൽ നമ്പർ എഴുതി കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ കാർഡ് കൊടുത്തില്ല. പെങ്കൊച്ചിന് എൻ്റെ നമ്പർ ബിനു പാസ് കൊടുത്തു, ബിനു പാസിൻ്റെ ബിബിൻ പാസ് കൊടുത്തു. അതെടുത്ത് മോന് കൊടുത്ത്. ഞങ്ങൾ കൈവച്ച റേഷൻ കിട്ടുമോ? ഉടനെ റേഷൻ കടയിൽ ഇരിക്കുന്ന പെങ്കൊച്ച് തമിഴിൽ പറയാം, അണ്ണാ ഏമാത്തി കാണിക്കാതിരിക്കുക. സന്തോഷമില്ലല്ലോ? അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കൈക്കകത്ത് രേഖ വരച്ചിട്ടുണ്ട്. ആരാ രേഖ വരച്ചത്? സ്വർഗത്തിലെ ദൈവം. നമ്മുടെ ദൈവം ആര്? 10,000-കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ചതുദ്രമ്മ പണത്ത് എൻ്റെ അകത്ത് നിറച്ച ദൈവത്തെയായി ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. സാധാരണ ദൈവത്തെയല്ല. ഒരു എക്സ്റേ എടുക്കാതെ, സ്കാൻ എടുക്കാതെ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് 10,000-കണക്ക് മീനിനകത്ത് ചതുദ്രമ്മ പണത്തെ വെച്ചവനാ സ്വർഗത്തിലെ ദൈവം. തീർന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സഹോദരിമാർ ഇവിടെ ഇരിക്കുക. ഇന്ന് പെന്തിക്കോസിൽ CSIയിലും കുഴപ്പമുണ്ട്. കൈ നോക്കാൻ പോവും. സന്തോഷമില്ലല്ലോ? സ്തോത്രം. ഇന്ന് രാത്രി അമ്മമ്മേ, നിന്റെ കൈരേഖയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിൽ ഇനി മേല സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന കൈനോട്ടക്കാരുടെ കയ്യിൽ നിന്റെ കൈ കൊടുക്കരുത്. സന്തോഷമില്ലല്ലോ? കോട്ടൂരിലെ മന്ത്രവാദിയുടെ നിന്റെ കൈ കൊടുക്കരുത്. ഇന്ന് രാത്രി നിന്റെ കൈ ഇവിടെ പതിക്കുമ്പോൾ ഈ പോസ്റ്റ് മെഷീനകത്ത് നിന്ന് റേഷന്റെ അളവ് പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കൈകളെ കാണുന്നവന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. സ്തോത്രം. അവിടെ കൈ നോക്കാൻ പോകരുത്. ആരാ ഇത് എഴുതിയ? ഇയ്യോബ്. ഇയ്യോബിന്റെ പ്രത്യേകത എന്താ? മനസാക്ഷി യുഗത്തിൽ ഒരുവനുണ്ടായിരുന്നു, സുന്ദരനായ പുരുഷൻ ഇയ്യോബ്. ആരാ? ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി, കൂട്ടുകാർ എലീഫസും ബിൻദാദ് സൗണ്ട് സിസ്റ്റം എല്ലാം വിറ്റു. ഇപ്പൊ ഇയ്യോബിന് എന്തുവാ? പരുക്കള ശരീരത്തിനകത്ത്. കൂട്ടുകാർക്ക് നല്ല ചിക്കൻ പരട്ടും ചപ്പാത്തി അമ്മാമ്മ കൊടുക്കുക. ഇയ്യോബിനെ എവിടെ ഇട്ടിരിക്കുക? കളികളിനകത്ത് കന്നുകാലിയുടെ കൂടെ ഇട്ടേക്കുക. ആ കന്നുകാലികളുടെ കിടക്കുമ്പോൾ അവൻ ഓട്ട് കഷ്ണം എടുത്ത് ശരീരത്തിൽ ചിരണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ ഒരു തേജസ് വെളിപ്പെടാറായി. അതുകൊണ്ട് അവൻ പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ഇന്ന് രാത്രി കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. നയിൻ്റെ പട്ടണത്തിലെ വിധവ. തീർന്നില്ല. അതിനപ്പുറത്ത് ഇവിടെ ബദാന്യ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? അവിടെ 3 പേരുണ്ട്. 1 ലാസർ, 2 മറിയ, 3 മാർത്ത. ഈ വചനമൊന്ന് കേൾക്കണം. യേശു അവിടെ ബൈബിൾ സ്കൂൾ നടത്തി. ആ ബൈബിൾ സ്കൂൾ നടത്തിയ കാലഘട്ടത്തിനകത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് യേശു പോയി. മാർത്ത കാപ്പി ഇട്ടു. ലാസർ പോസ്റ്റർ ഒട്ടിച്ചു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ലാസറിന് ദീനം വന്നു, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു. അവൻ്റെ ഷുഗർ കൂടി, കാല് മുറിച്ചു, റേഡിയേഷൻ അടിച്ച് തലയിലെ മുടിയെല്ലാം പോയി, ആകെ അബോധാവസ്ഥയെ കിടക്കുക. അവൻ ചോദിക്കുന്നു, യേശു വന്നോ? ചേച്ചിമാർ പറഞ്ഞു, വന്നിട്ടില്ല. അവൻ അങ്ങനെ മരിച്ചു. ഉറുമാലുകൾ ചുട്ടി ലാസറിനെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? കല്ലറയ്ക്കകത്ത് വെച്ചു. 1-ാം ദിവസം യേശു വന്നില്ല, 2-ാം ദിവസം യേശു വന്നില്ല, 3-ാം ദിവസം യേശു വന്നില്ല. പലരും പറയും, യേശു എത്ര കട്ടം കുടിച്ചതാ, എത്ര മരിച്ചു നിന്ന് വന്നില്ല. ഈ 3 ദിവസം യേശു വന്നാൽ ഈ യഹൂദൻ പറയും, യവൻ കല്ലറയിൽ ആത്മാവിനെ വിളിച്ചു കയറ്റിയെന്ന്. അതുകൊണ്ട് 4-ാമത്തെ ദിവസം ശരീരത്തിൽ നിന്ന് ആത്മാവ് ഡിവൈഡ് ചെയ്യുന്ന തൽമൂദ് പറയുന്നത്. ഡിവൈഡ് ചെയ്തപ്പോൾ യേശു വന്നു. വീട്ടിൽ വന്നപ്പോൾ മാർത്തയും മറിയം പറഞ്ഞു, യേശുവേ, നീ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണേ. മരിച്ചവൻ്റെ 1-ാം ദിവസം രക്തം കട്ട പിടിക്കും. 2 ഞരമ്പുകൾ വിടുതൽ. 3 ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. 4 നാറിയ മണമാ ബോഡിക്ക്. യേശു എവിടാന്ന് ചോദിച്ചാൽ അവനെ എവിടെ വെച്ചിരിക്കുന്നു? ഇന്ന് രാത്രി ഇതാ ദൈവത്തിൻ്റെ മഹത്വം. യേശു കല്ലറയിലേക്ക് ചെന്നു. ഒരൊറ്റ വിളി, ലാസറേ, ലാസറേ പുറത്തു വരിക. ഇന്ന് രാത്രി ഉറുമാലുകൾ ചുറ്റിയവൻ പുറത്തു വന്നു. യേശു പറഞ്ഞ കാര്യം എന്ത്? അവനെ അഴിച്ചു വിട്ടേക്കാൻ. ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി 108 ആംബുലൻസ് അല്ല വന്നത്. എൻ്റെ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കല്ലറകളിലുള്ളവർ പുനരുത്ഥാനത്തിനായി എഴുന്നേൽക്കുക. സ്തോത്രം. വീട്ടിൽ ചെന്ന് വായിക്കണം. യോഹന്നാൻ 11:43 വീട്ടിൽ ചെന്ന് വായിക്കണം. അത് കഴിഞ്ഞിട്ട് 12:2 മെഡിക്കൽ കോളേജ് 108 കൊണ്ടുപോയില്ല. അവിടെ ഒരു പന്തി ഒരുക്കി. ലാസർ യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു. ഇന്ന് രാത്രി പറ അമ്മാമ്മേ,
കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഒരുക്കി ലാസറിനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ക്യാൻസർ വന്ന ലാസർ നല്ല സുന്ദരനായിരിക്കുന്നു. അവൻ്റെ കാലിനകത്ത് തള്ളവിരൽ ഷുഗർ കൊണ്ട് മുറിച്ചതാ. അവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്ക്, തേജസ്സിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. അതുകൊണ്ട് കൺവെൻഷന്റെ രണ്ടാമത് രാത്രി പറഞ്ഞു, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ്സോർത്താൽ കരമുയരുന്നില്ലല്ലോ, ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. സ്വോത്രം. പന്തിയിലിരുത്തുന്ന നല്ല കർത്താവ്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? 2015 നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 2015 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. 2018 ലോകം ചിപ്പിനെ വിളിച്ചു തുടങ്ങി. എന്താ ചിപ്പ്? 2018 ATM കാർഡിനകത്ത് ചിപ്പ് 4 ചിപ്പായി. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. 18 കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ഥലത്ത് ചിപ്പ് വെച്ചു. ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. കേട്ട വല്ലവരും ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞെന്തോ? വീഡിയോ കാളറോ മൈക്രോ ചിപ്പോ ഘടിപ്പിക്കാൻ. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പണ്ടത്തെ കാലത്ത് ആന എഴുന്നള്ളിക്ക് മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആനയെ കൊണ്ടുവരും. അത് പണ്ടായിപ്പോയി. ഇപ്പം ചിപ്പ് ആനയുടെ വാലേ വെച്ചിട്ടുണ്ട്. അത് ഡോക്ടർ ഇങ്ങനെ ഞെക്കി നോക്കും. എന്നിട്ട് അതിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടും അതുകൂടെ നോക്കിയിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കാൻ പറ്റും. കര ഉയരുന്നില്ല അമ്മാവ്. എന്തിനാ ആനയുടെ വാലേ ചിപ്പ് വെച്ച? ഡോക്ടർ സൗന്ദര്യം കാണാനല്ല. ആനയുടെ നെർവസ് സിസ്റ്റവും ബ്ലഡും. ആനയുടെ നെർവസ് സിസ്റ്റം വീക്കാണെങ്കിൽ ഉടനെ പറയും വെളപ്പൽശാല തെങ്ങൻ തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് കുറച്ച് മടല് ശർക്കരയും കൊടുക്കാൻ 2 ചങ്ങല ഇട്ടേക്കാൻ. സന്തോഷമില്ലല്ലോ. അപ്പൊ ആനയ്ക്ക് എത്ര കിലോ തൂക്കമുണ്ട്? 6000 കിലോ തൂക്കം. പെരിയാന. ചെറുതിന് 4000. ആനയെ മേയ്ക്കുന്ന നാരായണ ചേട്ടൻ എത്ര തൂക്കം? 55 ഒരു ചുള്ളിവടിയും. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് കൊണ്ട് കിടക്കുന്ന ആനയെ മേയ്ക്കുന്ന നാരായണൻ ചേട്ടൻ 55 ചുള്ളിവടി. അതാ ദൈവം മനുഷ്യന് കൊടുത്ത വാഗ്ദത്തം. അതിശയവും ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. സ്വോത്രം. അവന്റെ നെർവസ് സിസ്റ്റം കണ്ടോ? കാക്ക എന്താ? പണ്ടത്തെ കാലത്തെ കാക്ക കുന്നപ്പുഴ മീൻ വെട്ടുമ്പോഴും കീ കീ കൂക്കു കാക്ക എന്നതാ കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. സ്വോത്രം. ദാ കിടക്കുന്ന പൂജപ്പുരക്കാരൻ രാകേഷ് എവിടെ പോകാൻ ചൊവ്വായി പോകാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു. പൂജപ്പുരക്കാരൻ രാകേഷ്. അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ആനയുടെ വാലിൽ ചിപ്പ്. ഇന്ന് 2 ചിപ്പ് ഇപ്പോൾ പറഞ്ഞു. 1 ATM, 2 ആനയുടെ വാല്, 3 പുതിയ കാറുകളുടെ ഇന്റീരിയറിനകത്ത് മൈക്രോ ചിപ്പ്. കാറിൻ്റെ ഇന്റീരിയറിനകത്ത് അഥവാ ഡാഷ്ബോർഡിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതിരിക്കുമ്പോൾ പോപ്പുലർ മാരുതി എന്ന് ചാക്കേന്നൊരു പെൺകുട്ടി വിളിക്കും. ആരാ? സുഷമ ചേച്ചിയോട്, ചേച്ചി വണ്ടി സർവീസ് ചെയ്യാൻ സമയമായി വരുന്നില്ലയോ എന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഈ ചിപ്പ് കമ്പ്യൂട്ടറിനകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ വണ്ടി എവിടെയൊക്കെ പോയെന്നറിയാനായിട്ട്. 3ാമത്തെ ചിപ്പ്. 4ാമത്തെ ചിപ്പ് ഇന്ന് എല്ലാ സ്ഥലത്തുമായി. പുതിയ കാറുള്ളവർക്കറിയാം ഫാസ്റ്റാഗ്. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? കര ഉയർത്തിയാട്ട് മരണ വീട്ടിൽ ഇരിക്കുന്നവരിയ്ക്കുന്നു. അയ്യോ, കാറുള്ളവരും കര ഉയർത്തിയാട്ടെ, എനിക്ക് കാറും വിഷയമൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കും ഇനി ഫാസ്റ്റ് കാർ ചോദിക്കുമെന്ന്. എനിക്ക് ആവശ്യമേ ഇല്ല. സ്വോത്രം. അല്ലേ തന്നെ കൈവിറക്കുന്ന കാർ ഓടിക്കാനും വയ്യ. ഡ്രൈവർമാരെ കൊണ്ടുപോകത്തില്ല. അവനെ നോക്കാൻ 2 പേര് വേണം. സ്വോത്രം. അതുകൊണ്ട് അമ്മമാരെയും കൊണ്ടുപോയല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി ഫാസ്റ്റാഗ് കണ്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. എന്താ ഫാസ്റ്റാഗ്? ഇത് MRI സ്കാനാ. ഇത് കൊടുത്ത ആരാ? ഇസ്രയേലാ. ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി. ഞാൻ കുറേ വചനം എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ആ ഫാസ്റ്റാഗ് വരുന്നു. ഫാസ്റ്റാഗിൻ്റെ പ്രത്യേകത പലരും വിചാരിക്കും വണ്ടിയുടെ ടോളാന്ന്. എൻ്റെ അമ്മാമ്മയെ വണ്ടിയിലിരിക്കുന്ന സകല സാധനവും അവനറിയാൻ പറ്റും. സ്വോത്രം. അതിൻ്റെ പേരാ ഫാസ്റ്റാഗ്. ഇത് കണ്ടുപിടിച്ച ഒരു സംഭവമുണ്ട്. കേരളത്തിലെ BJP നേതാക്കൾ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു പോയി. പറയാം. ഇന്ന് രാത്രി ഇത് കണ്ടുപിടിക്കുമോ? ഞാനും തിരുവനന്തപുരത്തുള്ളൊരു ദൈവദാസന്. നിങ്ങളെ പിടിക്കുന്നില്ല. ഞങ്ങളുടെ കൺവെൻഷനിൽ പ്രസംഗിച്ച നല്ല നോട്ടിരിക്കുക. ഇവിടെ കാണും ഭൂമി മേടിച്ച എല്ലാവരും പറയും പാസ്റ്റർ അടിച്ചു മാറ്റിയ കാശ് കൊണ്ട് ഭൂമി മേടിച്ചെന്ന്. അപ്പം ഞാൻ ദൈവദാസനോട് പറഞ്ഞു, ആരും പറയണ്ട, കോയമ്പത്തൂർ പോയി നമുക്ക് ഇച്ചിരി വസ്തു മേടിക്കാമെന്ന്. സ്വോത്രം. ആരും അറിയത്തില്ലല്ലോ. ഞാനും ഇദ്ദേഹം കൂടെ തിരുവനന്തപുരത്ത് നിന്ന് യാത്രയായി. ഞങ്ങൾ നല്ല ഇനോവ ടാക്സി, ആരും അറിയാതെ. നടുക്ക് ക്യാബിനകത്ത് എൻ്റെ 20, ദൈവദാസൻ്റെ 20, 40 ലക്ഷം വെച്ച് ഞങ്ങൾ യാത്രയാ. ഞങ്ങളുടെ ഒരു പാട്ടാ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. തൃശ്ശൂർ കൊടകര. ആ സമയത്ത് തൃശ്ശൂർ പാലക്കാട് റോഡിലാണ് ഏറ്റവും കൂടുതൽ.
അവിടെ ഞങ്ങളുടെ വണ്ടി കടന്നു പോയപ്പോൾ മുമ്പോട്ട് ചെന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നു. വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ടാക്സിക്കാരനോട് ഞങ്ങൾ പറഞ്ഞു ഒതുക്കും മോനെ, അത് പോലീസുകാരാ. ഒതുക്കിയപ്പോൾ ഞങ്ങളോട് ചോദിച്ച് എവിടെ പോകുന്നു? ഞങ്ങൾ പറഞ്ഞു കോയമ്പത്തൂർ വരെ പോകുന്നു. വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു അരുമയാന ഊളിയം ചെയ്യുന്ന കർത്തൃവേലക്കാരാണ്, വെള്ളയാണ്. അപ്പം പറഞ്ഞു ഒരു രക്ഷയില്ല, സ്വോത്രം, വണ്ടി ഒന്ന് ഒതുക്കണം. വണ്ടിയുടെ സീറ്റ് പൊക്കി നോക്കിയപ്പോൾ 20 നല്ല ലക്ഷത്തിൻ്റെ നോട്ട്. അവരുടനെ പറഞ്ഞത് കള്ളക്കേസല്ല, പേപ്പറിൽ ഒപ്പിടിച്ചിട്ട് ഞങ്ങളുടെ 20 40 നോക്കിയിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച എറണാകുളത്ത് ED ഓഫീസിലോട്ട് വന്നാൽ മതി എന്ന്. സ്വോത്രം. ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്കോട്ട് പാട്ട് കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. സ്വോത്രം. അടിച്ചു മാറ്റിയ കാശെല്ലാം പിടിക്കും. സ്വോത്രം. ഇത് പിടിച്ചത് തിരുവനന്തപുരത്തെ BJP-കാർക്ക് സുരേഷിനും രാജേഷിനും അറിയത്തില്ല. തിരുവനന്തപുരത്ത് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന പണം ക്യാമറ വഴിയാ കേരള പോലീസ് പിടിച്ചപ്പോഴാ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ കരഞ്ഞത്. എല്ലാറ്റിൻ്റെയും അവസാനം വന്നു. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാ, ഫാസ്റ്റാഗ് വെച്ച കാരണത്ത് നോട്ടങ്ങം കൊണ്ടുപോകല്. പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അമ്മമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ബാങ്ക് ഇടാത്ത നോട്ടെല്ലാം കൊണ്ടുപോയാൽ എവിടെങ്കിലും ചെക്ക് പോസ്റ്റ് പിടിച്ച് കരയരുത്. പൈസ കൂടുതലുണ്ട്, ഞങ്ങൾക്ക് തരണ്ട. വടക്കേ ഇന്ത്യ വല്ല വേലയ്ക്കും കൊടുത്താൽ കർത്താവ്